1964 സൈക്ലോൺ വന്ന് അവിടെ അറബിക്കടലിൽ നിന്ന് വന്ന സൈക്ലോൺ അപ്പുറത്ത് അത് വന്ന സൈക്ലോണ് അവിടെ ഇവിടെ വീശിയടിക്കുകയും ഇവിടെ നല്ലൊരു നഗരമായിരുന്നത്. ഇത് മുഴുവൻ മണ്ണ് കയറി ഇപ്പം പോയിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഒരു പള്ളിയാണിത്, അതിന്റെ സ്മാരകമാണിത്. ഞാൻ ചങ്ങനാശ്ശേരി എന്ന് വരുന്നു, അധ്യാപകനാണ്. നേരത്തെ ഇവിടെ പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് അറിയാം. ഞങ്ങൾ മിനിഞ്ഞാന്ന് വെക്കേഷൻ ഇറങ്ങിയതാണ്. നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ അബ്ദുൽ കലാം സാർ, രാജേഷ് സാറുടെ മിസൈൽ മാൻ എന്ന് പറയുന്നത് അബ്ദുൽ കലാം സാറുടെ പുറകിൽ ഇതായി കാണുന്നത് അബ്ദുൽ കലാം സാറെ വീടാണ്. മ്യൂസിയം അപ്പുറത്തന്നെ. നമുക്ക് അബ്ദുൽ കലാം സാറെ വീടൊന്ന് കയറി കാണാം. അതുകൊണ്ടാണ് ഒന്നും എടുത്തിട്ടില്ല. ക്യാമറയിലെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ അലൗഡ് അല്ല. മ്യൂസിയത്തില് ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഞാന് സമയം കൊറേ ഒപ്പിച്ച് നോക്കി, പക്ഷെ നടന്നില്ല. ആശ് മലയാളി അപ്പൊ ഇതാട്ടോ മ്യൂസിയം. നമ്മളെ അബ്ദുൽ കലാം സാറെ മ്യൂസിയമാണിത്. രാമേശ്വരം വഴി വരുമ്പോൾ ഉള്ള മ്യൂസിയമാണിത്. ഇതായിട്ട് നമ്മളെ പാമ്പും പാലം. ഓക്കെ, ട്രെയിൻ പോകുന്ന ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് ട്രെയിൻ പോകുന്ന ഏരിയ റൈറ്റ് സൈഡിലാണ്. ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പുറത്തുള്ള കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡൊക്കെ ഉണ്ട്. ഏറ്റവും ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് ഏറ്റവും നല്ല വ്യൂ. ഫോൺ വരെ പാറി പോകും, അത്രക്കും കാറ്റാണ് ഇവിടെ. അവിടുന്ന് നേരെ ശ്രീലങ്ക ഇതാണ് നമ്മളെ റെയിൽവേ പാളം, പാമ്പൻ പാലം. കിലോമീറ്റർ
പാലം കണ്ടില്ലേ, റെയിൽവേ ട്രാക്കാണ്. പക്ഷേ ട്രെയിൻ ഇവിടുത്തെ പണികൾ നടക്കുന്നത് കൊണ്ട് ട്രെയിൻ ഓടുന്നില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ വേറെ എന്തോ ട്രാക്ക് വരുന്നുണ്ട്. ഇത് കംപ്ലൈന്റ് ട്രെയിൻ ഓടുന്നില്ല. പോലീസിനോട് ചോദിച്ചു. അപ്പൊ ഇനി അപ്പുറത്ത് പുതിയ ഉണ്ടായി. അതാണ് അപ്പുറത്ത് പുതിയ ഉണ്ടാക്കുന്ന ഏരിയ ആട്ടോ കാണുന്നത്. പുതിയ ട്രാക്കൊക്കെ പുതിയ ട്രാക്ക് അതാ അവിടുന്ന് വന്നുകൊണ്ടിരിക്കണ്ടോ. ആ ട്രാക്ക് നേരെ പുതിയ ട്രാക്ക്, പഴയ ട്രാക്ക് ഉണ്ട്. പഴയ ട്രാക്ക് ആയിട്ട് നമ്മള് കപ്പലൊക്കെ വലിയ വലിയ കപ്പലൊക്കെ വരുമ്പോ സംഭവം പൊന്തിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളിവിടുന്ന് പാമ്പൻ പാലത്ത് നിന്ന് നമ്മളിതാ ഇവിടുന്ന് യാത്ര പറയണേ. ഭാഗത്തോട്ടാണ് പോകുന്നത്.